ഹായ് ഹലോ വെൽക്കം ടു ലിറിയ ഫാഷൻസ്. ഇറ്റ്സ് മീ ഫർഹാന ഷിഹാബ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വെസ്റ്റേൺ ഗൗണിൻ്റെ കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ അതിൻ്റെ പാർട്ട് 2 ആയിട്ട്, അതായത് ആ ഒരു കട്ട് ചെയ്തത് നമ്മൾ സ്റ്റിച്ച് ചെയ്യണമല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് ഗൗണാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് നിങ്ങൾ തംബ്നെയിലിലൂടെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഒരു ഗൗണ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ പാർട്ട് 1 കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും കാണണം കേട്ടോ. കാരണം നമ്മൾ ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ട് കട്ടിങ്ങിൽ. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവണം എന്നുണ്ടെങ്കിൽ പാർട്ട് 1 നിങ്ങൾ നിർബന്ധമായിട്ടും കാണണം. ഓക്കെ, നമ്മൾക്ക് ആ ഒരു യോക്ക് പോർഷനിൽ വരുന്ന ട്വിസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളത് പാർട്ട് 1 കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കട്ടിങ്ങൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ പാർട്ട് 1 നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പാർട്ട് 1 കാണുക, അതിനുശേഷം മാത്രം ഈ ഒരു പാർട്ട് 2 കാണുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ്. അതായത് നമ്മൾ ഫാഷൻ ഡിസൈനിങ് ടിപ്സ്, അതുപോലെ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ കുറച്ച് ക്ലാസ്സസ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഫാഷൻ ഡിസൈനിങ്ങിനോട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സ്, അതിനിപ്പോൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും, അതല്ല എന്തെങ്കിലും സജഷൻസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളത് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഓക്കെ, നമ്മളിനി സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ യോക്ക് പോർഷന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു പോർഷനാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ ആ ഒരു ഭാഗം രണ്ടായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ എങ്ങനെയാണ് കട്ടിങ് വരുന്നതെന്നൊക്കെ ഉള്ളത് നമ്മൾ കട്ടിങ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ കട്ടിങ് വീഡിയോയിൽ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കാണാതെ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കട്ടിങ് വീഡിയോ കാണണം, പാർട്ട് 1 കാണണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് രണ്ടും എടുത്തിട്ട്, ഈ ഒരു 2 പീസും എടുത്തിട്ട് അതിൻ്റെ ഈ ഒരു പോർഷന് നമ്മളൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ ചെറുതാക്കിയിട്ടൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്താൽ മതി. ഇതുപോലെ 2 പ്രാവശ്യം ഒന്ന് മടക്കിയിട്ട്, നോർമലി നമ്മളെങ്ങനെയാണോ മടക്കി സ്റ്റിച്ച് ചെയ്യാറുള്ളത് അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ രണ്ടിൻ്റെയും ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഞാനൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് നമ്മുടെ ഫ്രണ്ട് പാർട്ട് ഉണ്ടല്ലോ, നമ്മുടെ ബോഡി പാർട്ടിൻ്റെ അതിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇതുപോലെ നമ്മുടെ ഫ്രണ്ട് പാർട്ട് ഒന്നെടുക്കാം. ഓക്കെ, ഇതുപോലെ കറക്റ്റായിട്ട് ഞാൻ ഫ്രണ്ട് പാർട്ട് ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഫ്രണ്ട് പാർട്ടിൻ്റെ നമ്മുടെ മെയിൻ ക്ലോത്തും ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. നമുക്കിപ്പം ലൈനിങ് ആവശ്യമില്ല, ലൈനിങ് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു നമ്മൾ ആ ട്വിസ്റ്റിങ് കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്ത ആ ഒരു പീസ് ഉണ്ടല്ലോ, നമ്മളിപ്പോൾ മടക്കി അടിച്ച ആ ഒരു പീസിനെ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മുടെ ബോഡി പോർഷനിലോട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. ഓക്കെ, നമ്മുടെ ഷോൾഡറിൻ്റെ പോർഷനിൽ ആ ഒരു നെക്കിൻ്റെ ഭാഗം വരുന്നിടത്ത് നമുക്ക് ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഡിഫറൻസ് അവിടെ ഉണ്ടാവും. നമ്മൾ ഷോൾഡറിലോട്ട് കറക്റ്റാക്കിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആം ഹോളും അതുപോലെ തന്നെ ആ ഒരു പോർഷനിൽ കുറച്ച് ഭാഗം, കൂടുതലൊന്നും കംപ്ലീറ്റ് ആയിട്ടൊന്നും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കരുത്, ചെറിയൊരു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്തുക. നമുക്കത് അവിടെ ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്, അതൊന്ന് മൂവായി പോവാതെ നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രം. അതുപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗത്തും ഇതുപോലെ കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് ചെയ്തു കൊടുക്കുക. ഓക്കെ, അതായത് നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ റൈറ്റ് സൈഡാണ് നിങ്ങളിപ്പം കാണുന്നത്. ഓക്കെ, റൈറ്റ് സൈഡിലോട്ടാണ് നമ്മളിത് വെച്ച് കൊടുക്കുന്നത്. നമ്മുടെ ആ ഒരു ട്വിസ്റ്റിംഗ് പീസിൻ്റെ റൈറ്റ് സൈഡുമാണ് മുകളിലോട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, എന്നിട്ട് ഞാനതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഷോൾഡറിൻ്റെ പോർഷനും ആം ഹോളിൻ്റെ പോർഷനും അതുപോലെ തന്നെ ബോഡി പോർഷനിലോട്ട് കുറച്ച് ഭാഗം മാത്രം ഒന്ന് മൂവായി പോവാതിരിക്കാൻ വേണ്ടി കുറച്ച് ഭാഗം മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു സെൻറ്റർ പോർഷനിൽ നിന്ന് നമ്മൾ ഇതുപോലെ നമ്മുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഭാഗം ഇതുപോലെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ, ഇതുപോലെ ഒന്ന് നമ്മൾ ഞെറിയിട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഇതുപോലെ ഞെറിയിട്ട് കൊടുത്തിട്ട് രണ്ടും കൂടെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് അതിൻ്റെ ബോട്ടം പോർഷനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാനത് പറയാൻ വേണ്ടി വിട്ടുപോയതായിരുന്നു. നമുക്ക് ബോട്ടം പോർഷനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബോട്ടം പോർഷനൊന്ന് സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ മുകളിലത്തെ ആ ഒരു ഭാഗം എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് അതേ സെയിം മെത്തേഡ് തന്നെ നമുക്ക് ആ ഒരു
പീസിൻ്റെ അടിഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് കറക്റ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആ ഒരു പ്ലേറ്റ്സ് പോലെ ഇട്ട് കൊടുത്തിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്ത് കൊടുക്കാൻ. സെൻറ്ററിൽ നിന്ന് തന്നെ പ്ലേറ്റ് ഇട്ട് കൊടുക്കണം. അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത്. അത് നമ്മൾ സൈഡിലോട്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ ആ ഒരു ഭംഗി നമുക്ക് പോവും. ഓക്കെ, അപ്പോൾ കറക്റ്റ് സെൻറ്റർ വേണമെങ്കിൽ നമ്മുടെ ചോക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ കറക്റ്റ് സെൻറ്റർ എനിക്ക് കിട്ടിയതുകൊണ്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ പ്ലേറ്റ്സ് പോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഒരു ബോൾ പിന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതുപോലെ കറക്റ്റ് ആക്കിയിട്ട് പിടിച്ചതിന് ശേഷം ഞാൻ ഒരു ബോൾ പിന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ മൂവായി പോവാതിരിക്കാൻ അതൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ മറ്റേ ഭാഗത്തിൻ്റെയും, അതായത് നമ്മൾ 2 പീസസ് ആണല്ലോ ഇങ്ങനെ ഉള്ളത്, അത് ആ ഒരു മറ്റേ ഭാഗത്തിൻ്റെയും ഞാനിതുപോലെ സെൻറ്ററിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സ് പോലെ ആക്കി കൊടുത്തിട്ട് അവിടെയും ഞാൻ ബോൾ പിന്ന് വെച്ച് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മൾ 2 ഭാഗവും ഇതുപോലെ ബോൾ പിന്ന് വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കറക്റ്റായിട്ട് നമ്മളെ മുകളിൽ ഷോൾഡറിൻ്റെ ഭാഗവും ഒന്നും ചുളിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ, ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് കാണുമ്പോഴാവും മനസ്സിലാവുക, ഇതുപോലെ നമ്മൾ ഒരു പീസിന് മുകളിൽ മറ്റേ പീസ് വെച്ച് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് 2 സൈഡിലോട്ടും ആക്കി കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. കറക്റ്റായിട്ട് വേണം വെച്ച് കൊടുക്കാൻ. അത് നമ്മൾ ട്വിസ്റ്റ് ചെയ്യുന്ന ടൈമിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്ത അടിഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അത് രണ്ടും അടുത്തടുത്ത് വരുന്ന രീതിയിൽ ഇതുപോലെ ആക്കി കൊടുക്കുക. ഓക്കെ, ഇതുപോലെ കറക്റ്റാക്കി വെച്ചതിന് ശേഷം നമ്മൾ ആ ഒരു ബോട്ടം പോർഷന് നമ്മൾ 2 ബോട്ടം പോർഷൻ ഇപ്പോൾ നമുക്ക് വന്നിട്ടുണ്ടല്ലോ, അത് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ പറയുമ്പം ചിലപ്പം കൺഫ്യൂഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, ഞാൻ പറയുമ്പം നിങ്ങൾക്ക് ചിലപ്പോൾ കൂടുതൽ കൺഫ്യൂഷൻ വരും. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് കാണുക, എന്നിട്ട് മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, ഇതുപോലെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ചതിന് ശേഷം കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പം ഒരിക്കലും നമ്മുടെ ആ ഒരു ഫ്രണ്ട് പാർട്ടിലോട്ട് തട്ടാൻ പാടില്ല. ഇതുപോലെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ ആ ഒരു പീസിൻ്റെ എല്ലാ ഭാഗവും നമ്മൾ ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഷോൾഡറൊക്കെ ചുളിവുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തു. എന്നിട്ട് നമ്മൾ സെൻറ്ററിൽ ഇതുപോലെ പ്ലേറ്റ് ഇട്ട് കൊടുത്ത് പിൻ ചെയ്ത് സെക്യൂർ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തു. എന്നിട്ട് അതിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുത്തു. ഓക്കെ, ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ ആ ഒരു ബോട്ടം പോർഷനിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അത് രണ്ടും ഒരു ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പം ഇതുപോലെ നമ്മൾ കറക്റ്റാക്കി വെച്ച് കൊടുത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ആ ഒരു ഫ്രണ്ട് പാർട്ടിൻ്റെ ആ ഒരു ബോഡി പോർഷൻ ഉണ്ടല്ലോ, അതിലോട്ട് തട്ടാൻ പാടില്ല. നമ്മൾ ഈ 2 പീസ് മാത്രം എടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഓക്കെ, നമ്മൾ ആ ഒരു എന്താ പറയുക, ആ ഒരു ട്വിസ്റ്റിങ് വരുന്ന ആ ഒരു ഭാഗത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എത്രത്തോളം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമോ അത്രയും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ബോഡി പാർട്ടിലോട്ട് ഒരിക്കലും തട്ടാൻ പാടില്ല. നമുക്കിനി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ എക്സസ് ആയിട്ട് പീസ് വരികയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കട്ട് ചെയ്തും ഒഴിവാക്കാം. ഇപ്പോൾ എനിക്കിവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ ഓക്കെ, നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇനി ആ ഒരു ബോൾ പിൻസൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു ബോൾ പിൻസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ കറക്റ്റായി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി ഇത് നമ്മുടെ ബോഡി പോർഷനിലോട്ട് ആ ഒരു പ്ലേറ്റോട് കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഇതുപോലെ നമ്മൾ കറക്റ്റാക്കിയിട്ട് വെച്ച് കൊടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ ഷോൾഡറിൻ്റെ പോർഷന് ചുരുങ്ങിയിട്ടൊന്നും നിൽക്കുന്നില്ലല്ലോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഞാൻ വീഡിയോയിൽ കാണിച്ചതുപോലെ നമ്മൾ കറക്റ്റാക്കി വെച്ച് കൊടുത്ത് കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. പ്ലേറ്റ്സ് ഇടുമ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്തെടുത്ത ആ ഒരു ജോയിൻ ചെയ്തെടുത്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം ഉള്ളിലോട്ട് പോകുന്ന രീതിയിൽ, അതായത് പ്ലേറ്റ് ഇടുമ്പം നമുക്ക് ചെറിയ പോർഷൻ ഉള്ളിലോട്ട് പോകുമല്ലോ, അതുപോലെ ഉള്ളിലോട്ട് പോകുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെ ആ ഒരു ജോയിനിങ്ങും നമുക്ക് കാണില്ല. ഓക്കെ, ചെയ്തെടുത്തതിന് ശേഷം നമ്മളൊന്ന് അയണിങ്ങും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാനിപ്പം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് പീസ് എക്സസൈസ് വന്നിട്ടുണ്ട് ഈ ഒരു സൈഡിലോട്ട്. ഇപ്പോൾ ഞാൻ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുന്ന സൈഡിലോട്ട് കുറച്ച് പീസ് എക്സസൈസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് പ്ലേറ്റ്സ് ഒക്കെ ഇട്ടതിന് ശേഷം കട്ട് ചെയ്ത് ഒഴിവാക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ 2 സൈഡും നമ്മുടെ ബോഡി പോർഷനുമായിട്ട് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്.
വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പ്ലേറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് ഞാനിപ്പം ചെയ്യുന്നത് പോലെ ഒരു ബോൾ പിൻ എന്തെങ്കിലും വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിൻ്റെ ആവശ്യം ഇല്ല എന്നാണ് തോന്നുന്നത്. കാരണം നമ്മൾ ഒരേ ലെവലിൽ, അതായത് ഒരേ അളവിൽ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കണമെന്നില്ല. അപ്പോൾ നമുക്ക് ആ ഒരു ബോൾ പിന്നിൻ്റെ ആവശ്യം ഇല്ല. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ സെക്യൂർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ 2 സൈഡിലും ഇതുപോലെ നമ്മുടെ ബോഡി പോർഷനിലോട്ട് ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, നമ്മളിതുപോലെ കറക്റ്റായിട്ട് പ്ലേറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ഭാഗത്തും നമ്മൾ പ്ലേറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മുടെ ബോട്ടം പോർഷനിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് നമ്മൾ മുകളിലോട്ട് ആക്കിയിട്ട് വേണം പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അവിടെ നമുക്ക് നമ്മുടെ സ്കേർട്ട് പോർഷന് ജോയിൻ ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 1/2 ഇഞ്ച് മുകളിലോട്ട് വെച്ചിട്ട് വേണം പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ടിലെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പാർട്ട് എടുക്കാം. ബാക്ക് പോർഷൻ്റെ ലൈനിങ് പീസും അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ക്ലോത്തും ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് കെട്ടിക്കൊടുക്കാം. അതായത് നമ്മളിപ്പം പ്രിൻസസിൻ്റെ ഗൗണിലൊക്കെ കാണലുണ്ടല്ലോ, ബാക്കിൽ നമ്മൾ ടൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വള്ളികൾ. അപ്പോൾ അതുപോലെ നമുക്കൊന്ന് ചെയ്തു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നോർമലി നമ്മൾ എങ്ങനെയാണോ വള്ളി ചെയ്ത് കൊടുക്കാറുള്ളത് അതുപോലെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും ഒന്ന് ചെയ്തു കൊടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ വള്ളി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. 2 വള്ളി നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അതിൽ ഒന്ന് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ ഒരു വള്ളി എടുത്തിട്ട് നമ്മൾ ആ ഒരു ലൂപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ലൂപ്പിൻ്റെ ലെങ്ത്ത് നമ്മൾ 1.5 ഇഞ്ചിലാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു എഡ്ജ് ഞാനൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ ഒരു 1.5 ഇഞ്ചിനനുസരിച്ചിട്ട് നമുക്ക് എത്ര എണ്ണം വേണം, എത്ര ലൂപ്പ് വേണം എന്നുള്ളതിനനുസരിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് പീസസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മൾ 1.5 ഇഞ്ച് ലെങ്ത്തിൽ കുറച്ച് പീസസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പോർഷന് എടുക്കാം. ഓക്കെ, ഇതുപോലെ നമ്മുടെ ബാക്ക് പോർഷൻ്റെ ലൈനിങ്ങും അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ക്ലോത്തും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ഞാനിപ്പം ചെയ്യാൻ പോകുന്ന ആ ഒരു മാർക്കിങ്സ് ഒക്കെ ചെയ്തു കൊടുക്കേണ്ടത്. ഓക്കെ, നമ്മൾ രണ്ടും, അതായത് നമ്മുടെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഡിഫറൻസ് ഒന്നുമില്ലാതെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഞാനത് രണ്ടും കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു എന്താ പറയുക, ടൈ ചെയ്തെടുക്കാനുള്ള ആ ഒരു ലൂപ്സ് വെക്കേണ്ട മാർക്കിങ്സ് നമുക്ക് ചെയ്തു കൊടുക്കാം. നമ്മൾ ഷോൾഡറിൻ്റെ പോർഷനിൽ നിന്ന്, അതായത് നമ്മുടെ മുകളിലത്തെ ആ ഒരു പോർഷനിൽ നിന്ന് നമ്മൾ താഴോട്ട് ഒരു 7 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ 7.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് എവിടെ മുതലാണോ നമ്മുടെ ആ ഒരു ടൈ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഞാൻ 7.5 ഇഞ്ചിൽ 2 സൈഡിലോട്ടും, അതായത് നമ്മുടെ നെക്കിൻ്റെ ആ ഒരു വിഡ്ത്ത് ഉണ്ടല്ലോ, ആ ഒരു വിഡ്ത്ത് വരുന്ന ആ ഒരു 2 സൈഡിലോട്ടും മുകളിൽ നിന്ന് ഒരു 7.5 ഇഞ്ച് താഴത്തോട്ട് മാർക്ക് ചെയ്ത് ജസ്റ്റ് താഴെ വരെ ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതുപോലെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ തന്നെ നമുക്ക് ഓരോ ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് ആ ഒരു ലൂപ്സ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കറക്റ്റായിട്ട് നമുക്ക് ഓരോ ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ മാർക്കിങ്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എത്ര ലൂപ്പ് വേണോ അതിനനുസരിച്ച് ഞാൻ ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഇവിടെ കുറച്ചധികം ലൂപ്സ് ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. കാരണം നമ്മളൊരു വെസ്റ്റേൺ ഗൗൺ ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ വെസ്റ്റേൺ ഗൗണിൽ നോർമലി നമ്മൾ കണ്ടുവരുന്നതാണ് ഈ ഒരു ടൈ ചെയ്യാനുള്ള ഒരു ഇത്. അപ്പോൾ അത് നമ്മൾ കുറച്ചധികം ലൂപ്സ് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഞാനിതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ലൂപ്പിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കണ ആ ഒരു പീസസ് ഉണ്ടല്ലോ, ഈ ഒരു പീസസ് ഇതുപോലെ സെൻറ്റർ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കറക്റ്റായിട്ട് നമ്മൾ ഒന്ന് വെച്ച് കൊടുക്കുക. ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്ന ആ ഒരു പോയിൻറ്റ്സ് ഉണ്ടല്ലോ, ആ ഒരു പോയിൻറ്റ്സിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഈ ഒരു സൈഡിൽ കംപ്ലീറ്റ് ആയിട്ടും ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി ഓപ്പോസിറ്റ് സൈഡ്, അതായത് ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഒരു സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സെൻറ്റർ മടക്കിയിട്ട് നമ്മൾ എല്ലാം സെൻറ്റർ മടക്കിയിട്ടാണ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ഇതുപോലെ സെൻറ്റർ മടക്കിയിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഓക്കെ,
അപ്പോൾ രണ്ട് സൈഡിലും നമുക്ക് അതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ ഇതുപോലെ ലൂപ്സ് കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് നമ്മൾ 1 ഇഞ്ച് ഗ്യാപ്പിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബാക്ക് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലൂപ്പിൽ നമ്മൾ കുറച്ച് അധികം എക്സ്ട്രാ നമുക്ക് ആ ഒരു സീം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കണം. ഓക്കെ, കാരണം നമുക്ക് ഇതുപോലെ സെൻറ്റർ ഒന്ന് മടക്കിയിട്ട്, അതായത് നമ്മുടെ ആ ഒരു നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്ന ആ ഒരു ലൂപ്പിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് നമ്മൾ നോർമലി ഡാട്ടൊക്കെ ചെയ്യുന്നത് പോലെ കറക്റ്റാക്കി വെച്ച് കൊടുത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മടക്കുന്ന ടൈമിൽ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്ട്രാ പീസസ് എന്തെങ്കിലും വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ അധികം പീസസ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഓക്കെ, നമുക്ക് പീസസ് അധികം വരില്ല, പക്ഷേ നമുക്ക് അൺഈവനായിട്ടാണ് ഇതുപോലെ സീം വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ മതി. അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു ലൂപ്പ് ചെയ്ത് കൊടുത്ത ആ ഒരു ഭാഗത്ത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നോർമലി ഡാട്ട് ചെയ്ത് കൊടുക്കുന്നത് പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് ആ ഒരു ലൂപ്പിൻ്റെ താഴത്തെ പോർഷനിൽ നിന്ന് മുകളിലോട്ട് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ആ ഒരു ലൂപ്പിനെ ഫുള്ളായിട്ട് കവർ ചെയ്യരുത്, ലൂപ്പിൻ്റെ ചെറിയൊരു പോർഷൻ മാത്രം കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ കറക്റ്റായിട്ട് 2 ലൂപ്പിനെയും അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചെറിയൊരു ഡാട്ട് പോലെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പം ലൂപ്പിൻ്റെ ഭാഗങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിതിൽ ഇപ്പം വള്ളി ഇട്ട് കൊടുക്കുന്നില്ല, നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളത് അയൺ ചെയ്തിട്ടില്ല കേട്ടോ. അയൺ ചെയ്യാത്തതിൻ്റെ ആ ഒരു ഇംപെർഫെക്ഷൻസും കാര്യങ്ങളൊക്കെ അതിൽ കാണുന്നുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു ലൂപ്പും കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഡാട്ട് നമ്മൾ എങ്ങനെയാണോ ചെയ്തെടുക്കുന്നത് ആ ഒരു സെയിം മെത്തേഡിലാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ബാക്ക് പോർഷന്. ഓക്കെ, പിന്നെ നമ്മളത് അയണിങ് ചെയ്ത് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ഇംപെർഫെക്ഷൻസ് അതിലുണ്ട്. ഇനി നമ്മൾ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ സിബ് നമ്മൾ ഷോൾഡറിലാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സിബ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പോർഷനിൽ ഞാനിതുപോലെ 2 സൈഡിലും ചോക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ സിബ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഫ്രണ്ട് പോർഷനിലോട്ടാണ് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഫ്രണ്ട് പോർഷൻ്റെ ലൈനിങ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്, മെയിൻ ക്ലോത്ത് മാത്രമാണ് എടുത്തു വെച്ചിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി ആ ഒരു ട്വിസ്റ്റിംഗ് ഒക്കെ അതിൽ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇതുപോലെ സിബ് ഓപ്പൺ ചെയ്ത് വെച്ചു. എന്നിട്ട് സിബിനെ ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുത്തു. അതായത് നമ്മൾ സിബ് കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് അതിനെ ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തല്ലോ ആ ഒരു പോർഷൻ മുതൽ നമുക്ക് നെക്കിൻ്റെ അവിടെ നിന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു മാർക്ക് ചെയ്ത ആ ഒരു ഭാഗം കറക്റ്റായിട്ട് അവിടേക്ക് വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ബാക്ക് പോർഷന് നമ്മൾ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബാക്ക് പോർഷൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്ക് പോർഷൻ്റെ ആ ഒരു നമ്മുടെ ആ ഒരു ഷോൾഡറിൻ്റെ പോർഷൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നോർമലി നമ്മൾ ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്ന പോലെ ഇതുപോലെ ഒന്ന് നമ്മൾ കറക്റ്റാക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റ് നെക്കിനോട് കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു പോർഷൻ എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്തെടുത്തത് അതുപോലെ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഇൻവിസിബിൾ സിബ്. അപ്പോൾ ഓക്കെ, നമ്മൾ കറക്റ്റായിട്ട് 2 സൈഡിലോട്ടും ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സിബ്. ഓക്കെ, ഇനി നമ്മൾ ക്ലോസ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ നമ്മുടെ സിബ് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ ക്ലോസ് ചെയ്തെടുക്കുന്ന ടൈമിൽ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ സിബ്. ഇനി നമ്മൾ ലൈനിങ്സ് തമ്മിൽ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ സിബ് ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടാവും നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ലൈനിങ്സ് തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ സിബ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആ ഒരു ത്രെഡൊക്കെ കുടുങ്ങിയത് കാരണം നമ്മൾ നെക്കിൻ്റെ പോർഷൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ആ ഒരു ത്രെഡ് കുടുങ്ങിയത് കാരണം നമുക്ക് സിബ് ഓപ്പൺ ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല, നമ്മളത് ഓപ്പൺ ചെയ്തു. അപ്പോൾ നമുക്കിതുപോലെ നമ്മുടെ ഫ്രണ്ട് പോർഷന് ഇതുപോലെ ഒന്ന് നിവർത്തി വെച്ച് കൊടുക്കാം. കറക്റ്റായിട്ട് നമ്മുടെ റൈറ്റ് സൈഡ് മുകളിലോട്ട് വരുന്ന രീതിയിൽ നമുക്കിതുപോലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം അതിന് മുകളിലായിട്ട് നമ്മുടെ ലൈനിങ് പീസ് ഉണ്ടല്ലോ, ആ ഒരു ലൈനിങ് പീസ് വെച്ച് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് പോലെ കറക്റ്റാക്കിയിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു സിബിൻ്റെ ആ ഒരു എഡ്ജിലൂടെ നമ്മളിപ്പം മെയിൻ ക്ലോത്ത് എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്തെടുത്തത് അതുപോലെ തന്നെ ആ ഒരു എഡ്ജിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഞാനൊന്നുകൂടെ പറയാം. നമ്മൾ ഫസ്റ്റ് മെയിൻ ക്ലോത്ത്, നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ മെയിൻ ക്ലോത്ത് മുകളിലോട്ട് വരുന്ന രീതിയിൽ, റൈറ്റ് സൈഡ് മുകളിലോട്ട് വരുന്ന രീതിയിലൊന്ന് വെച്ച് കൊടുത്തു. അതിന് മുകളിൽ ലൈനിങ് വെച്ച് കൊടുത്തു. എന്നിട്ട് കറക്റ്റായിട്ട് സിബിൻ്റെ ആ ഒരു പോർഷന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ നെക്ക് എത്രയാണോ സീം അലവൻസ് കൊടുത്തിരുന്നത് അതിനനുസരിച്ച് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ സിബും അതുപോലെ തന്നെ നെക്കും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നെക്കിൽ ചെറിയ ചെറിയ നോച്ചസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ചൊന്ന് ബ്ലറായിട്ടാണ് ഇരിക്കുന്നത്. അത് ഞാൻ എഡിറ്റിംഗ് ടൈമിലാണ് ശ്രദ്ധിച്ചത് കേട്ടോ. അപ്പം നമ്മൾ നോച്ചസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നോച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുമല്ലോ, അതുപോലെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ലൈനിങ് മുകളിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് സ്റ്റിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു സിബിൻ്റെ ആ ഒരു കോർണർ പോർഷൻ ഉണ്ടല്ലോ, നമ്മുടെ നെക്കും അതുപോലെ തന്നെ ഷോൾഡറും കൂടെ ജോയിൻ ആവുന്ന ആ ഒരു കോർണർ പോർഷന്, അവിടെ നമുക്ക് എക്സസ് ആയിട്ട് പീസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, ക്രോസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടൂല. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നോർമലി നമ്മൾ പ്രസ് സ്റ്റിച്ച് കൊടുക്കുമല്ലോ, ആ ഒരു പ്രസ് സ്റ്റിച്ചാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ സിബ് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഉള്ളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിബിൻ്റെ ഒരു ഭാഗവും പുറത്തോട്ട് കാണുന്നില്ല, കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഉള്ളിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ലൈനിങ് പീസ് ഉണ്ടല്ലോ, അത് ഞാൻ ഉള്ളിലോട്ട്, അതായത് നമ്മുടെ റോങ് സൈഡിലോട്ട് ഇതുപോലെ മറിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ മറ്റേ ഭാഗത്തോട്ട് നമുക്കിതൊന്ന് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ മറ്റേ ഭാഗത്ത് നമ്മുടെ ലൈനിങ് ഓൾറെഡി അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ടൈമിൽ ഫസ്റ്റ് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു ലൂപ്പ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ ഞാനതിവിടെ വിട്ടുപോയതായിരുന്നു. ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഒരു ബിഗിനറൊക്കെ ആകുമ്പം ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ ചിലപ്പം തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ മുകളിലോട്ട് നമ്മുടെ ഈ ഒരു ലൈനിങ് ഒന്ന് മറിച്ച് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ സിബ് എങ്ങനെയാണോ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്തത് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്തത് അതുപോലെ. ഞാനൊന്നുകൂടെ കാണിക്കാം. ഇതുപോലെ നമ്മുടെ ലൈനിങ് മുകളിലൂടെ തന്നെ നമ്മൾ എടുക്കണം, സൈഡിലോട്ട് ഒന്നും ആക്കി എടുക്കരുത്, അപ്പോൾ നമുക്ക് ആകെ തിരിഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ ഇതുപോലെ മുകളിലൂടെ തന്നെ ഇതുപോലെ എടുത്തിട്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നോർമലി ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്ന പോലെ നമ്മൾ കറക്റ്റായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഓക്കെ, നമ്മൾ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സിബ് നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ സിബ് ക്ലോസ് ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ നല്ല നീറ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഞാൻ ഈ ക്ലോസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ആ ഒരു നമ്മൾ ഷോൾഡർ ഫിനിഷ് ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ ആ ഒരു നൂലൊക്കെ കാരണം ചെറിയൊരു ക്ലോസ് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു നൂലൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആ ഒരു ബാക്ക് സൈഡിൽ ലൂപ്പ് വെച്ച് കൊടുക്കുന്നത് നമ്മൾ സിബ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ലൈനിങ് മുകളിലൂടെയൊക്കെ മറിച്ച് കൊടുക്കുന്ന ടൈമിൽ കൺഫ്യൂഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ബിഗിനറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സിബ് വെച്ച് കൊടുത്തതിന് ശേഷം ലൂപ്പ് വെച്ച് കൊടുക്കുക. സിബ് നമ്മൾ ഫ്രണ്ടിൽ എങ്ങനെയാണോ വെച്ച് കൊടുത്തത് അതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ നമ്മുടെ സിബ് കിട്ടിയിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ നമ്മുടെ മറ്റേ സൈഡിൽ ഷോൾഡറും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അവിടെ നമ്മൾ സിബും കാര്യങ്ങളൊന്നും വെച്ച് കൊടുക്കുന്നില്ലല്ലോ, അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഷോൾഡേഴ്സ് തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ റൈറ്റ് സൈഡും ഫേസ് ടു ഫേസ് ആയിട്ട് വരുന്ന രീതിയിൽ കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുത്തു. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് പോർഷൻ ഉണ്ടല്ലോ, ബാക്ക് പോർഷൻ്റെ ലൈനിങ് ഇതുപോലെ ഫ്രണ്ട് പോർഷനിലോട്ടൊന്ന് കൊണ്ടുവരാം. ഓക്കെ, ഫ്രണ്ട് പോർഷനിലോട്ടൊന്ന് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ഷോൾഡർ എത്രയാണോ സീം അലവൻസ് കൊടുത്തിരുന്നത് ആ ഒരു സീം അലവൻസിൽ നമ്മുടെ ആ ഒരു എല്ലാ പീസസും മൊത്തത്തിൽ എല്ലാ പീസസും കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് ആ ഒരു സീം അലവൻസിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊന്നുകൂടെ പറയാം. റൈറ്റ് സൈഡും ഫേസ് ടു ഫേസ് ആയിട്ട് വെച്ച് കൊടുത്തു. എന്നിട്ട് നമ്മുടെ ബാക്കിലത്തെ ലൈനിങ് മാത്രമാണ് ഇതുപോലെ ഒന്ന് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ മറിച്ച് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ 4 പീസ് ഉണ്ടാവുമല്ലോ, 2 ലൈനിങ് പീസും അതുപോലെ തന്നെ 2 മെയിൻ ക്ലോത്തും, അതെല്ലാം കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് നമ്മൾ സീം അലവൻസിനനുസരിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, നമ്മൾ ഷോൾഡറും കറക്റ്റായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇനിയിത് കറക്റ്റായിട്ടൊന്ന് മറിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ നമ്മൾ ഷോൾഡർ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് നമ്മുടെ ഉള്ളിലായിട്ട് സീം അലവൻസ് ഒട്ടും കാണാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് നമ്മുടെ ഷോൾഡർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് 2 ഷോൾഡേഴ്സും നമ്മൾ ജോയിൻ ചെയ്തെടുത്തു. ഒരു സൈഡിൽ സിബാണ്, ഒരു സൈഡിൽ നമ്മൾ ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്.
ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ സിബ് ക്ലോസ് അല്ലേ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഓക്കെ, നമ്മൾ ഓപ്പണിങ് ചെയ്തിട്ട് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ ക്ലോസ് ആക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് സ്ലീവ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം ഞാൻ ഒരു ചെറിയൊരു നോച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് സ്ലീവിൻ്റെ സെൻറ്റർ ഏതാണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറിയ രീതിയിൽ ഒരു നോച്ച് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മുടെ ബോഡി പോർഷൻ്റെ റൈറ്റ് സൈഡും സ്ലീവിൻ്റെ റൈറ്റ് സൈഡും കറക്റ്റ് ആക്കിയിട്ട് ഒന്ന് വെച്ച് കൊടുത്തു. ഓക്കെ, നമുക്ക് സ്ലീവിലും ഫ്രണ്ടും ബാക്കും ഉണ്ട്, ബോഡി പോർഷനിലും ഫ്രണ്ടും ബാക്കും ഉണ്ടല്ലോ. അപ്പോൾ അത് രണ്ടും കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ സെൻറ്ററിൽ നിന്ന് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. രണ്ട് സ്ലീവും നമ്മൾ നല്ല നീറ്റായിട്ട് തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മളൊന്ന് റൈറ്റ് സൈഡും ഫേസ് ടു ഫേസ് ആയിട്ട് വരുന്ന രീതിയിൽ കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്ലീവിൻ്റെ അറ്റവും അതുപോലെ തന്നെ ഷേപ്പും ഒന്ന് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ നോർമലി എങ്ങനെയാണോ സ്ലീവിൻ്റെ അറ്റം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുള്ളത്, നമ്മൾ 1 ഇഞ്ച് ആയിരുന്നല്ലോ സിം അലവൻസ് കൊടുത്തിരുന്നത്, അതിനനുസരിച്ച് 1/2 ഇഞ്ച് ഒന്ന് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ സൈഡ് ഒന്ന് കറക്റ്റായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അതുപോലെ ഞാനൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മൾ സൈഡ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ബോഡി പോർഷന് കറക്റ്റായിട്ട് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. സ്ലീവിൻ്റെ അറ്റവും നമ്മൾ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തു. നമുക്ക് സിബ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാ ഭാഗവും നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ബാക്ക് പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു ലൂപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലൂപ്പിലിപ്പം നമ്മൾ ആ ഒരു വള്ളി അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടില്ല, അത് നമുക്ക് ലാസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ആ ഒരു പോർഷൻ, അതായത് നമ്മുടെ ബോഡി പോർഷൻ മാറ്റി വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ പോർഷൻ എടുക്കാം. അപ്പോൾ സ്കേർട്ടിൻ്റെ പോർഷനിൽ നമുക്ക് ലൈനിങ് പീസും ഉണ്ട്, അതുപോലെ തന്നെ മെയിൻ ക്ലോത്തും ഉണ്ട്. മെയിൻ ക്ലോത്ത് നമ്മൾ 2 എണ്ണമാണുള്ളത്, ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും നമ്മൾ 2 പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈനിങ്ങും നമുക്ക് 2 എണ്ണം ഉണ്ട്. അപ്പോൾ അത് രണ്ടും റൈറ്റ് സൈഡും ഫേസ് ടു ഫേസ് ആയിട്ട് വരുന്ന രീതിയിൽ കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ലൈനിങ്ങിൻ്റെയും 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. റൈറ്റ് സൈഡും ഫേസ് ടു ഫേസ് ആക്കി വെച്ച് കൊടുത്തിട്ട്, ലൈനിങ് എന്ന് പറയുമ്പം റൈറ്റ് സൈഡ് റോങ് സൈഡ് എന്നൊന്നുമില്ല, എന്നാലും നമ്മൾ 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു 2 സൈഡും ഒന്ന് ഞാൻ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു സ്കേർട്ട് പോർഷനെ നമ്മൾ നമ്മുടെ ബോഡി പോർഷനിലോട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഞാൻ നമ്മുടെ മെയിൻ ക്ലോത്ത് ജോയിൻ ചെയ്തതുപോലെ തന്നെ നമ്മുടെ ലൈനിങ്ങും ഒന്ന് 2 സൈഡും ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ മെയിൻ ക്ലോത്ത് നമ്മുടെ ബോഡി പോർഷനിലോട്ട് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബോഡി പോർഷൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ബോഡി പോർഷനിൽ നമ്മൾ ഇതുപോലെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. ഞാൻ പറയുമ്പം നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആവും എന്നുള്ളത് അറിയില്ല. നമ്മൾ നമ്മുടെ സ്കേർട്ടിന് ഉള്ളിലോട്ട്, അതായത് ഇപ്പം വീഡിയോയിൽ കാണുന്നത് പോലെ സ്കേർട്ടിന് ഉള്ളിലോട്ട് നമ്മുടെ ബോഡി പോർഷൻ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്കേർട്ടിൻ്റെ റൈറ്റ് സൈഡും ബോഡി പോർഷൻ്റെ റൈറ്റ് സൈഡും ഫേസ് ടു ഫേസ് ആയിട്ട് വരുന്ന രീതിയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, എന്നിട്ട് നമ്മുടെ സ്കേർട്ടിൻ്റെ വേസ്റ്റിലോട്ട് നമ്മുടെ ബോഡി പോർഷൻ്റെ വേസ്റ്റ് കറക്റ്റാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്ന് കംപ്ലീറ്റ് ആയിട്ടും റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാനൊന്നുകൂടെ കാണിച്ചു തരാം. നമ്മുടെ ബോഡി പോർഷൻ്റെ റൈറ്റ് സൈഡും നമ്മുടെ സ്കേർട്ടിൻ്റെ റൈറ്റ് സൈഡും ഫേസ് ടു ഫേസ് ആയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മുടെ ലൈനിങ്ങും മെയിൻ ക്ലോത്തൊക്കെ കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് റൗണ്ട് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മെയിൻ ക്ലോത്ത് നമ്മുടെ ബോഡി പോർഷനുമായിട്ടൊന്ന് കറക്റ്റായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ്ങും കൂടെ അതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ലൈനിങ്ങിൻ്റെ നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് ആ ഒരു വേസ്റ്റിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു വേസ്റ്റിൻ്റെ ഭാഗത്തോട്ട് നമ്മുടെ ലൈനിങ് പീസിനെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ മെയിൻ ക്ലോത്ത് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ലൈനിങ് പീസിൻ്റെ നമ്മുടെ ആ ഒരു വേസ്റ്റിൻ്റെ പോർഷന് ഇതുപോലെ നമ്മുടെ ആ ഒരു ബോഡി പോർഷൻ്റെ ഉള്ളിലോട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണുമ്പോഴാവും ക്ലിയർ ആവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കാണുക. ഞാൻ ഇതുപോലെ ബോഡി പോർഷൻ്റെ ഉള്ളിലോട്ട് ഞാൻ ഈ ഒരു ലൈനിങ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബോഡി പോർഷൻ്റെ ലൈനിങ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തോട്ട് നമ്മുടെ ഈ ഒരു ലൈനിങ് ഫേസ് ടു ഫേസ് ആയിട്ട് വരുന്ന രീതിയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്.
എന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ നേരത്തെ നമ്മുടെ മെയിൻ ക്ലോത്ത് സ്റ്റിച്ച് ചെയ്തല്ലോ വേസ്റ്റുമായിട്ട്, ആ ഒരു സെയിം സ്റ്റിച്ചിങ് ലൈനിലൂടെ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടും ഒന്ന് റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ലൈനിങ്ങിൻ്റെയും നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെയും ബോട്ടം പോർഷൻസ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യും കൂടെ ചെയ്യാം. അപ്പോൾ ഓക്കെ, നമ്മുടെ വെസ്റ്റേൺ ഗൗണിന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ആ ഒരു ലൂപ്പിലൂടെ വള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇതുപോലെ ഞാനൊരു പിന്ന് അറ്റത്ത് വെച്ച് കൊടുത്തിട്ടാണ് വള്ളി ഇട്ട് കൊടുക്കുന്നത്. അതല്ലാതെ നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഓക്കെ, പക്ഷെ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഫിറ്റിങ്ങിൽ നമുക്ക് ആ ഒരു ലൂപ്പിൽ ആ ഒരു വള്ളി നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ ചെയ്തു കൊടുത്തു. അപ്പോൾ ഓക്കെ, നമ്മുടെ ഗൗണിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ ഞാനിതിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഗൗണിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾക്കിത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതിനെ ഒരു ഡമ്മിയിലോട്ട്, അതായത് ഒരു ഡ്രസ് ഫോമിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയാവും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് AI വെച്ച് ജനറേറ്റ് ചെയ്ത ഒരു പിക്ക് ഞാനിതിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമുക്ക് ഒരു ഡ്രസ് ഫോമിൽ അല്ലെങ്കിൽ ഒരാൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രൈബും അതുപോലെ തന്നെ കമൻസും മാത്രമാണ് എനിക്കുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ലൈക്ക് ചെയ്യുന്നു, എത്രത്തോളം സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നു, അതിനനുസരിച്ച് നമ്മൾ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഓരോ ഗാർമെൻറ്റ്സുമായിട്ട് വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ ഉള്ളവർക്കൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോ, നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ്, അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അതുപോലെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.